രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നാട്ടിൽ നിന്ന് അയച്ചൊരു പെട്ടി കാണുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഇങ്ങനെയൊന്നും അല്ലട്ടോ ഭാരം പൊക്കേണ്ടത്, നടുകൂടിയും. എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴുണ്ടല്ലോ എന്തൊക്കെ പാക്ക് ചെയ്താൽ അവസാനം 2 പെട്ടി എക്സ്ട്രാ ആയിരിക്കും. അപ്പൊ ഈ പ്രാവശ്യം നമ്മള് ഈ പെട്ടി പാക്ക് ചെയ്ത് അയച്ചു. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അത് നമുക്ക് പെട്ടിയിൽ അകത്തെന്താണെന്ന് നോക്കാം. അയ്യോ, ഞാനില്ലാണ്ട് പെട്ടി തുറക്കില്ലേ? തുറക്കാൻ പോകുന്നുള്ളൂ. ഇത് പെട്ടെന്ന് എത്തിയിട്ടോ, ഒരു 10 days കൊണ്ട് ഈ പെട്ടി എത്തി. നല്ല സർവീസാണ്. അവരെന്റെ വീട്ടിൽ വന്നിട്ട് ഫുൾ റീപാക്ക് ചെയ്യും. നമ്മുടെ സാധനങ്ങൾ എന്താണെന്ന് കാണിച്ചു കൊടുത്താൽ മതി, അവര് ഫുൾ റീപാക്ക് ചെയ്യും. എന്നിട്ട് അവരെന്നെ നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് അയക്കും. ഫ്ലീറ്റ് ഗോ ഗ്ലോബൽ കൊറിയർ സർവീസ് വഴിയാണ് നാട്ടിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. 20 കിലോയിൽ കൂടുതലുള്ള എല്ലാ പാക്കേജും അവർ വീട്ടിൽ വന്നിട്ട് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും പിക്കപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ നല്ല റീപാക്ക് ചെയ്ത് എവിടേക്ക് അയക്കേണ്ടത് വെച്ചാൽ അവർ അയച്ചു തരും. അമ്മ എന്തും കൂടി ചോദിച്ചേ ഉള്ളൂ, നിങ്ങളെ പെട്ടി എത്തിയോ. അച്ഛന് കുറെ പഴം അയക്കേണ്ടത് നടന്നില്ല. പൊടി, ഇത് പുട്ടുപൊടി, ഇത് മുളക് പൊടി, ഇതേ നല്ലെണ്ണ, ചായപ്പൊടി, ഉള്ളിപ്പൊടിയാണ് തോന്നുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, പാനസോണിക്കിന്റെ മിക്സി. ഇവിടുത്തെ മിക്സി ഏകദേശം ഒരുപാട് കൊല്ലമായിട്ട് അത് ഉപയോഗിച്ച് വയ്യാണ്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്തായാലും ഇപ്രാവശ്യം ഒരു മിക്സി വേണമായിരുന്നു. ഇപ്രാവശ്യം ഏട്ടൻ പോയപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മിക്സി കൊടുത്തയക്കുന്നു. നല്ല സേഫ് ആയിട്ടുള്ള പാക്കിംഗ് ആണ്. ഒരു സാധനം ലീക്ക് ആവുകയോ പൊട്ടുകയോ ഒന്നും ചെയ്തില്ല. വളരെ സേഫ് ആയിട്ട് എല്ലാ സാധനങ്ങളും വീട്ടിലെത്തി.